ഓം ഗുരവേ നമഃ. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോർ സന്തതമാനതോസ്മി. എൻ്റെ ഗുരുപരമ്പരയെ ഞാൻ വന്ദിക്കുന്നു. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ആദ്യം തത്വവിചാരം ശ്രദ്ധിക്കാം. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ വ്യാഖ്യാനമാണ് ഗീത എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. തത് ത്വം അസി, തത്വമസി, അത് നീയാകുന്നു എന്നാണ് ഈ മഹാവാക്യത്തിൻ്റെ അർത്ഥം. ബ്രഹ്മവും ജീവനും ഒന്ന് തന്നെ. ഇത് ജീവാത്മാ പരമാത്മാ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. ഇതേ അർത്ഥമുള്ള വേദാന്ത ദർശനത്തിൻ്റെ രത്നച്ചുരുക്കമായ മറ്റു 3 മഹാവാക്യങ്ങളും കൂടെ നമുക്ക് ശ്രവിക്കാം. പ്രജ്ഞാനം ബ്രഹ്മ ഋഗ്വേദത്തിൽ നിന്നും, അയമാത്മാ ബ്രഹ്മ അഥർവവേദത്തിൽ നിന്നും, അഹം ബ്രഹ്മാസ്മി യജുർവേദത്തിൽ നിന്നും, തത്വമസി സാമവേദത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കാതലായ വേദവാക്യങ്ങളാണ്. ഏതൊന്നറിഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊന്നും അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ? ഈ ജ്ഞാനത്തെ വിജ്ഞാനത്തോടുകൂടി അഥവാ അനുഭവജ്ഞാന സഹിതം പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം എന്ന് ഭഗവാൻ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അർജുനനോട് പറയുന്നു. ശാസ്ത്രോക്ത പദാർത്ഥങ്ങളുടെ പരിജ്ഞാനം, ജ്ഞാനവും ശാസ്ത്രജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള അനുഭവജ്ഞാനം, വിജ്ഞാനവും എന്ന് ശങ്കരഭാഷ്യം. ജ്ഞാനം തേകം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. ഗുരുമുഖത്തു നിന്ന് തത്വോപദേശം ശ്രവണം ചെയ്യുമ്പോൾ തന്നെ സാധകനെ ആത്മാനുഭൂതി കൈവരിക്കാമെങ്കിൽ ആത്മജ്ഞാനികൾ ഇത്ര വിരളമാവാൻ എന്താണ് കാരണം? ഭഗവാൻ പറയുന്നു, ആയിരക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഒരുവനാണ് സിദ്ധിക്ക് ശ്രമിക്കുന്നത്. പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്നെ ശരിക്കും അറിയുന്നുള്ളൂ. ആത്മസാക്ഷാത്കാരമാണ് വേദാന്തം ചൂണ്ടിക്കാട്ടുന്ന പരമലക്ഷ്യമെങ്കിലും അത് നേടുന്നവർ എക്കാലത്തും എവിടെയും വളരെ വിരളം തന്നെയാണ്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യദതി സിദ്ധയേ യതതാമഭിസിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. ഇങ്ങനെ ശ്രോതാവിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച് ഭഗവാൻ പ്രകൃതത്തിലേക്ക് കടക്കുന്നു. ഭൂമിരാപോനലോ വായോ ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാരമിതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടദാ. എൻ്റെ ഈ പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇങ്ങനെ 8 വിധമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ സമഷ്ടി തത്വങ്ങളും ഇങ്ങനെ
8 വിഭജിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ഈ പ്രകൃതി. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൊണ്ട് അതാതിൻ്റെ തന്മാത്ര എന്ന് ധരിക്കേണ്ടതാണെന്നും, മനസ്സ് എന്നതുകൊണ്ട് മനസ്സിന് കാരണമായ അഹങ്കാരമെന്നും, ബുദ്ധി എന്നതുകൊണ്ട് അഹങ്കാര കാരണമായ മഹത്തത്വമെന്നും, അഹങ്കാരം എന്നതുകൊണ്ട് അവിദ്യയോട് ചേർന്നിരിക്കുന്ന അവ്യക്തമെന്നും ധരിക്കേണ്ടതാണെന്നും ശങ്കരാചാര്യർ. അല്ലയോ അർജുന, 8 വിഭജിക്കപ്പെട്ടിരിക്കുന്നതായി പറഞ്ഞത് എൻ്റെ അപരാപ്രകൃതിയാകുന്നു. എന്നാൽ ഇതിൽ നിന്നും ഭിന്നമായും ജീവസ്വരൂപമായും ഈ ജഗത്തിന് ആധാരമായുമുള്ള പ്രകൃതി എൻ്റെ പരയായ പ്രകൃതിയാകുന്നു. മുൻപ് പറയപ്പെട്ട 8 ജഡങ്ങളാകയാൽ അപര എന്നും അവയിലെ ചൈതന്യത്തെ പര എന്നും പറയുന്നു. ജഡോപാധികളെ പ്രവർത്തിപ്പിക്കുന്നത് ചൈതന്യമാണല്ലോ. സർവചരാചരങ്ങളും ഈ 2 വിധം പ്രകൃതികളിൽ നിന്ന് ഉണ്ടായവയാണ് എന്നറിഞ്ഞാലും ഞാൻ അഖില ജഗത്തിൻ്റെയും ഉത്ഭവസ്ഥാനവും അതുപോലെ ലയസ്ഥാനവുമാകുന്നു. ജഡവും ചൈതന്യവും കേവലം ഭിന്നങ്ങളല്ല, പരമാത്മാവിൻ്റെ 2 ഭാവങ്ങളത്രേ. ഹേ അർജുന, എന്നിൽ നിന്നപ്പുറമായി വേറെ ഒന്നുമില്ല. ചരടിൽ മണികൾ എന്ന പോലെ എന്നിൽ ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. മത്തപരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഭഗവാൻ പറയുന്നു, ജലങ്ങളിൽ രസം ഞാനാകുന്നു, ചന്ദ്രസൂര്യന്മാരിലെ പ്രഭയും ഞാനാകുന്നു, എല്ലാ വേദങ്ങളിലും പ്രണവവും ആകാശത്തിൽ ശബ്ദവും പുരുഷന്മാരിൽ പൗരുഷവും ഞാനാകുന്നു. പരമാത്മാവിൻ്റെ സർവവ്യാപിത്വം ഇതിലും തുടർന്നു വരുന്ന ശ്ലോകങ്ങളിലും വ്യക്തമാക്കിയിരിക്കുന്നു. പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. ഭൂമിയിൽ സുഗന്ധവും അഗ്നിയിൽ പ്രകാശവും ഞാനാകുന്നു. സർവജീവികളിലും ജീവനവും തപസ്വികളിൽ തപസ്സും ഞാനാകുന്നു. എന്നെ സർവചരാചരങ്ങളുടെയും നിത്യമായ ബീജം എന്നറിഞ്ഞാലും ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ബലവാന്മാരുടെ കാമരാഗങ്ങളില്ലാത്തതായ ബലം ഞാനാകുന്നു. ജീവികളിൽ ധർമ്മവിരുദ്ധമല്ലാതുള്ള കാമവും ഞാനാകുന്നു. സാത്വികങ്ങളായ ഭാവങ്ങൾ ഏവയോ അതുപോലെ തന്നെ രാജസങ്ങളും താമസങ്ങളുമായ ഭാവങ്ങൾ ഏവയോ അവയെ എന്നിൽ നിന്നു തന്നെ ഉണ്ടായവ എന്നറിഞ്ഞാലും എങ്കിലും ഞാൻ അവയിലില്ല, അവ എന്നിലാകുന്നു. സകലതിൻ്റെയും സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണം ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവാണെങ്കിലും സൃഷ്ടമായ ഒന്നിൻ്റെയും മാറ്റങ്ങൾ പരമാത്മാവിനെ ബാധിക്കുന്നില്ല. പരമാത്മാവ് നിരപേക്ഷമായിരിക്കുന്നു. പ്രകൃതി പുരുഷനെ ആശ്രയിക്കുന്നു, എന്നാൽ പുരുഷൻ പ്രകൃതിയെ ആശ്രയിക്കുന്നില്ല. സത്വം, രജസ്, തമസ് എന്നീ ഗുണസ്വരൂപങ്ങളായ ഭാവങ്ങളാൽ സകല ജീവികളും മോഹിതരായിരിക്കുന്നു. ഈ ഗുണങ്ങൾക്ക് അതീതനായും നാശരഹിതനായും ഇരിക്കുന്ന എന്നെ ആരും അറിയുന്നില്ല. ദിവ്യയും ഗുണമയിയുമായ എൻ്റെ ഈ മായ അതിക്രമിക്കാൻ പ്രയാസമുള്ളത് തന്നെ. യാതൊരുവർ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ അവർ ഈ മായയെ തരണം ചെയ്യുന്നു. ദുരാചാരികളും മൂഢന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും അസുര സ്വഭാവമുള്ളവരുമായ മനുഷ്യാധമന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ഹേ അർജുന, ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി ഇങ്ങനെ 4 തരം സുഹൃതികളായ ജനങ്ങൾ എന്നെ ഭജിക്കുന്നു. ജീവിതത്തിൽ എന്തുണ്ടായിട്ടും എന്തനുഭവിച്ചിട്ടും സമാധാനവും സംതൃപ്തിയും കിട്ടാതെ വിഷമിക്കുന്നവർ ആശ്വാസത്തിനായി ഈശ്വരൻ്റെ നേരെ തിരിയുന്നു. അവരാണ് ആർത്തന്മാർ. പരമാത്മതത്വം എന്തെന്നറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാനെ ഭജിക്കുന്നു. അവരാണ് ജിജ്ഞാസുക്കൾ. എല്ലാവർക്കും ഉണ്ടാകും എന്തെങ്കിലും ചില ആഗ്രഹങ്ങൾ. അവ നിറവേറ്റാൻ പലതരത്തിലുള്ള പ്രവൃത്തികളിൽ മനുഷ്യർ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കാൻ വേണ്ട ശക്തി അവർക്ക് ലഭിക്കുന്നത് പരമാത്മാവിൽ നിന്നല്ലാതെ മറ്റെങ്ങു നിന്നുമല്ലല്ലോ. അവരാണ് അർത്ഥാർത്ഥികൾ.
ജ്ഞാനികൾ വളരെ വിരളമായിരിക്കും. അവർ ഭഗവാനെ ഭജിക്കുന്നത് ഒന്നും നേടാനല്ല. അവർ ഒന്നും ആവശ്യപ്പെടുന്നുമില്ല, ഒന്നും പ്രതിഫലമായി പ്രതീക്ഷിക്കുന്നുമില്ല. പരമപ്രേമത്താൽ പ്രചോദിതരായി സ്വവ്യക്തിത്വത്തെ പരമാത്മാവിൽ സമർപ്പിക്കുന്ന ജ്ഞാനിയുടെ ഒരേ ഒരു അപേക്ഷ, ഹേ പരമേശ്വര, അങ്ങയിൽ നിന്ന് ഭിന്നനാണ് ഞാനെന്ന തോന്നലുണ്ടാകരുതേ. ഈയുള്ളവനെ സ്വീകരിക്കൂ, അങ്ങയോട് ചേർക്കൂ, ഞാൻ അങ്ങയിൽ ലയിക്കട്ടെ എന്നായിരിക്കും. ഇവരിൽ ആരാണ് ഉത്തമൻ? അവരിൽ വെച്ച് സദാ സമചിത്തതയോടുകൂടിയവനും താനും ഈശ്വരനും ഒന്നാണെന്ന താതാത്മ്യഭാവമുള്ളവനുമായ ആത്മജ്ഞാനിയാണ് ശ്രേഷ്ഠൻ. ഞാൻ ജ്ഞാനിക്ക് ഏറ്റവും പ്രിയനത്രേ, അവൻ എനിക്കും പ്രിയനാകുന്നു. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാ പ്രപദ്യതേ വാസുദേവ സർവമിതി സമകാത്മാസു ദുർലഭ. അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരാൾ ബ്രഹ്മജ്ഞാനിയായി ഭവിക്കുന്നത്. അങ്ങനെ സർവവും വാസുദേവനാണ് എന്ന ബോധം തെളിഞ്ഞ ജ്ഞാനി എന്നെ പ്രാപിക്കുന്നു. എന്നാൽ അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ ചുരുക്കമാണ്. ഇച്ഛാദ്വേഷ സമുദ്ധേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. അല്ലയോ അർജുന, സൃഷ്ടികാലത്തു തന്നെ, അതായത് ജനിക്കുമ്പോൾ തന്നെ രാഗദ്വേഷങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന മോഹത്താൽ എല്ലാ ജീവികളും മൗഢ്യത്തെ പ്രാപിക്കുന്നു. എന്നാൽ പുണ്യകർമാക്കളായ യാതൊരു ജനങ്ങളുടെ പാപം നശിച്ചിരിക്കുന്നുവോ അവർ ദ്വന്ദ്വമോഹത്തിൽ നിന്ന് മുക്തരായി ദൃഢവ്രതരായി എന്നെ ഭജിക്കുന്നു. ഏതൊരാൾ ജരാമരണങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി എന്നെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നുവോ അവർ പരബ്രഹ്മത്തെയും പൂർണ്ണമായ അധ്യാത്മ രഹസ്യത്തെയും മുഴുവൻ കർമ്മത്തെയും അറിയുന്നു. എല്ലാം അറിയുന്നവനും എന്തിനും കഴിവുള്ളവനുമാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായം ഉപസംഹരിക്കുന്നു. സാധിഭൂതാധിദൈവം മാം സാധിയജ്ഞം ചയേ വിദുഃ പ്രയാണകാലേപി ച മാം തേ വിദുർയുക്തചേതസഃ. ഭഗവാൻ പറയുന്നു, എന്നെ അധിഭൂതം, അധിദൈവം, അധിയജ്ഞം എന്നിവയോടുകൂടി ആരറിയുന്നുവോ എന്നിൽ മനസ്സുറച്ച അവർ മരണസമയത്തുകൂടി എന്നെ അറിയുന്നു. എന്താണ് അധിഭൂതം, അധിദൈവം, അധിയജ്ഞം എന്ന് നോക്കാം. അധിഭൂതം നാമരൂപാത്മകമായ ജഗത്ത് തന്നെയാണ്. അധിദൈവം ദേവന്മാരെ, അതായത് ഇന്ദ്രിയ മനോബുദ്ധികളെ സംബന്ധിച്ചത്. അധിയജ്ഞം ജീവിത വ്യാപാരങ്ങളെ സംബന്ധിച്ചത്. നാശമുള്ളതെല്ലാം അധിഭൂതമാകുന്നു. എല്ലാറ്റിലുമുള്ള ജീവാത്മഭാവം അധിദൈവം. എല്ലാ കർമ്മങ്ങൾക്കും നിയന്താവായി അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവ് തന്നെ അധിയജ്ഞൻ. ആധ്യാത്മികമായ പരിപൂർണത എങ്ങനെ നേടാമെന്നും അത് വ്യക്തിക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീരുന്നത് എങ്ങനെയെന്നും ഈ അധ്യായത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഹരി ഓം. യൻ ശബ്ദം തവ മന്ത്രം എൻ കരകർമ്മൗഘം ത്വദീയാർച്ചനം സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ അശനം ഹോമം ശ്രുതം കീർത്തനം ശയ്യാവേശനമോ നമസ്കൃതിയുമെല്ലാം സമർപ്പിക്കുമൻ സർവാംഗക്രിയ പൂജയായി കരുതണേ ശ്രീ പാർത്ഥസാരഥേ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ശ്രീമദ്ഭഗവത്ഗീത സപ്തമോധ്യായः ജ്ഞാനവിജ്ഞാനയോഗः. ശ്രീഭഗവാനുവാച മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാനേക ഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യദതി സിദ്ധയേ യദദാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. ഭൂമിരാപോ നലോ വായുഃ ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാരമിദീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. അപരേയമിദസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം. ജീവഭൂതാം മഹാബാഹോ യയേദം ധാര്യത്തെ ജഗത്. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം ക്ലിഷ്ടസ്യ ജഗദഃ പ്രഭവ പ്രളയസ്തദാ. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യയോ. പ്രണവ സർവവേദേഷു ശബ്ദഘേ പൗരുഷം നൃഷു. പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ. ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്തേജസ്വിനാമഹം. ബലം ബലവതാമസ്മി കാമരാഗവിവർജിതം. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. യേ ചൈവ സാത്വികാ ഭാവാ രാജസാ താമസാശ്ച യേ മത്ത ഏവേതി താൻ വിദ്ധി ന ത്വഹം തേഷു തേ മയി. ത്രിഭിർഗുണമയൈർഭാവൈർ ഏഭി സർവമിദം ജഗത്. മോഹിതം നാഭിജാനാതി മാമേഭ്യഃ പരമവ്യയം. ദൈവീ ഹ്യേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ. മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. ന മാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തെ നരാധമാ. മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. ചതുർവിധാ ഭജന്തെ മാം ജനാ സുകൃതിനോർജുന. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭഃ. തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏകഭക്തിർവിശിഷ്യതേ. പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സ ച മമ പ്രിയഃ. ഉദാരാ സർവ ഏവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മദം. ആസ്തിതഃ സ ഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിം. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. വാസുദേവഃ സർവമിതി
समकात्मा सुदुर्लभः कामैस्तैस्तैर्कृतज्ञान प्रपद्यन्तेऽन्यदेवताः तं तं नियममास्ताय प्रकृत्या नियता स्वया यो यो यां यां तनुं भक्तः श्रद्धयार्चितुमिच्छति तस्य तस्याचलां श्रद्धां तामेव विदधाम्यहं स तया श्रद्धया युक्तः तस्याराधनमीहते लभते च ततः कामान् मयैव विहितान् कितान् अन्धवत्तु फलं तेषां तद्भवत्यल्पमेधसां देवान् देवयजो यान्ति मद्भक्ता यान्ति मामपि अव्यक्तं व्यक्तिमापन्नं मन्यन्ते मामबुद्धयः परं भावमजानन्दः ममाव्ययमनुत्तमं नाहं प्रकाश सर्वस्य योगमाया समावृतः मूढोऽयं नाभिजानाति लोको मामजमव्ययं वेदाहं समतीतानि वर्तमानानि चार्जुन भविष्याणि च भूतानि मां तु वेद न कश्चन इच्छाद्वेषसमुत्थेन द्वन्द्वमोहेन भारत सर्वभूतानि सम्मोहं सर्गे यान्ति परन्तप येषां त्वन्दगतं पापं जनानां पुण्यकर्मणां ते द्वन्द्वमोहनिर्मुक्ता भजन्ते मां दृढव्रता जरामरणमोक्षाय ममाश्रित्य यदन्ति ये ते ब्रह्म तद्विदुः कृत्स्नम् अध्यात्मं कर्म चाखिलं साधिभूताधिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः ॐ तत्सत् श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ज्ञानविज्ञानयोगो नाम सप्तमोऽध्यायः। हरि ओम्।